ആമേൻ ആമേൻ. വൈകിയുണർന്നവരെ, സമയം പോയവരെ, ഇനിയും പ്രതീക്ഷയുണ്ട്. കാരണം കർത്താവ് ജീവിക്കുന്നു. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വൈകിയാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം പെറുക്കുന്നവരുടെ പിന്നിലായിരുന്നു ഞാൻ. നമ്മൾ അനേകരുടെ സ്ഥിതി വൈകിപ്പോയി, ഒത്തിരി വൈകിപ്പോയി, കാലം മാറിപ്പോയി, സമയം പോയി, വർഷങ്ങൾ പോയി, ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ജീവിതം പാളിപ്പോയി. പക്ഷെ ബൈബിള് പറയുകയാണ്, കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവന്റെ ഒരുപാട് പിന്നിലായിപ്പോയി. എന്റെ കൂടെ നിറഞ്ഞില്ല. എനിക്ക് വെറുതെ വർഷങ്ങൾ പോയി. എണ്ണെടുക്കാൻ 55-ാം വയസ്സിൽ, 48-ാം വയസ്സിൽ ഞാൻ വൈകിയാണ് ഉണർന്നത്. പക്ഷേ കർത്താവിന്റെ കാരുണ്യം എന്നെ മുൻപന്തിയിലെത്തിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കാലാ പെറുക്കുന്നവനെ പോലെ ഒടുവിൽ ഉണർന്നവനാണ് ഞാൻ. കാലാ പെറുക്കുന്നവനെ പോലെ ഒരുപാട് പിന്നിലായി പോയവനാണ്, പിന്തള്ളപ്പെട്ടവനാണ്. തിരിച്ചവരോ അസാധ്യമെന്ന് എല്ലാവരും എഴുതി വെച്ചതാണ്. പക്ഷേ കർത്താവിന്റെ കാരുണ്യം എന്നെ മുൻപന്തിയിലെത്തിച്ചു. നിന്നെ മുൻപോട്ട് നയിക്കാൻ ഒരു കരുണയുള്ള കർത്താവുണ്ട്. അത് മാത്രമാണ് ആശ്രയിക്കാനുള്ളത്. അത് മാത്രം. ആ കർത്താവിൽ ആശ്രയിച്ച് ആരാധിക്കുന്നവന് ഒരു തിരിച്ചുവരവുണ്ടെന്ന് ബൈബിൾ പറയുന്നു, അനുഭവിച്ചവര് പറയുന്നു. അനുഭവ സാക്ഷ്യവുമാണ്. ഈ സാക്ഷ്യം നിങ്ങളെയും ചലിപ്പിക്കട്ടെ. ആമേൻ ആമേൻ.